ഹലോ, ക്രിസ്മസ് എക്സാമിന് ടാൻജൻസ് തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഒരു സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവരകൾ ആ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, PS QR എന്നിവ ടാൻജൻസ് ആണ്. PS ഉം QR ഉം ടാൻജന്റ് ആണ്. OQ 17 എന്ന് തന്നിട്ടുണ്ട്. വേർ ഈസ് OQ? OQ ഇത് ടോട്ടൽ O മുതൽ Q വരെ 17. അതുപോലെ OR, വേർ ഈസ് OR? OR ഞാൻ വരച്ചു ചേർത്തു. OR എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? OR എന്ന് പറയുന്നത് 15. അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 17 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം റേഡിയസും ടാൻജന്റും കൂടെ കൂട്ടിമുട്ടുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഇത് 90 ഓപ്പോസിറ്റ് ഉള്ള ഇവൻ ഹൈപ്പോട്ടന്യൂസ് ഇത് ബേസ് ആക്കി എടുക്കാം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. 17 സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. 289ൽ നിന്ന് 225 കുറയ്ക്കുക. അങ്ങനെ കുറച്ചാൽ 35, 45, 55, 65, 75, 85 നമുക്ക് 64 എന്ന് കിട്ടും. റൂട്ട് 64 അത് 8 സെന്റിമീറ്റർ ആണ്. സോ ടാൻജന്റിന്റെ നീളം 8 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇത് 8 സെന്റിമീറ്റർ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് PA 2 സെന്റിമീറ്റർ എന്നാണ്. RQ ആണോ 15? ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ PS ഉം QR ഉം ടാൻജൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. OQ 17 ആണെന്ന് തന്നിട്ടുണ്ട്. OQ എന്ന് പറയുന്നത് 17, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 17 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. QR 15 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റേഡിയസ് ഇങ്ങനെ വരച്ചു ചേർക്കാം. നമുക്കറിയാം റേഡിയസ് ടാൻജന്റും കൂടെ 90 ഡിഗ്രിയിലാണ് കൂട്ടിമുട്ടുന്നത്. സോ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90ന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അറിയാം. സോ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ലംബം തന്നിട്ടുണ്ട്. ആരം എന്ന് പറയുന്നത് ബേസ് ആയിട്ടാണ് വരുന്നത്. 6 അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് ഇതിനെ 6 എന്ന് വിളിക്കാം. 6 കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് കുറച്ചാൽ മതി. അതായത് 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 289ൽ നിന്ന് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 × 15 225 കുറച്ചാൽ നമുക്ക് റേഡിയസ് 25ഉം 64 എന്ന് കിട്ടും. കുറയ്ക്കുമ്പോൾ 64. 64ന്റെ റൂട്ട് 8 സെന്റിമീറ്റർ. സോ റേഡിയസ് 8 ആണെന്ന് കിട്ടി. സോ റേഡിയസ് 8 ആണെങ്കിൽ ഈ റേഡിയസും 8 തന്നെയായിരിക്കും. അടുത്ത നമുക്ക് നോക്കുമ്പോൾ PA 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇത്രയും PA 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AO എത്രയായിരിക്കും? 8 ആയിരിക്കും. കാരണം AO റേഡിയസ് ആണ്. നമ്മൾ OR റേഡിയസ് ആണ് കിട്ടി 8. അപ്പോൾ SO 8 റേഡിയസ് ആണ്. OA യും 8 ആണ്. സോ നമുക്ക് ഈ ഒരു ത്രികോണത്തിൽ OP എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 10. അതുപോലെ തന്നെ ഇത് എത്രയാണെന്ന് കിട്ടി? 8. നോക്കുകയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി. 8ഉം 10ഉം വന്നാൽ നമുക്കറിയാം, ചെയ്തു പോലും നോക്കണ്ട, 6 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് ഇത്. അതെങ്ങനെയാണ് കിട്ടിയത്? ചെയ്ത് കാണിച്ചു തരാം. നമുക്കറിയാം 8ഉം 6ഉം 10ഉം ഒരു ട്രിപ്ലെറ്റ് ആണ്. 3 ഒന്നിച്ചേ ഉള്ളൂ ഈ റൈറ്റ് ട്രയാങ്കിൾ വരത്തുള്ളൂ. ചെയ്ത് കാണിച്ചു തരാം. 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ 100 മൈനസ് 64 റൂട്ട് 36. റൂട്ട് 36 എന്ന് പറയുന്നത് എത്ര ഉള്ളൂ വരത്തുള്ളൂ? 6 സെന്റിമീറ്റർ. സോ ഇത് 6, ഇത് 8, ഇത് 10 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ POS ന്റെ പരപ്പളവ് കണക്കാക്കാനാണ്. സോ 6 + 8 + 8 2 10. അപ്പൊ 10ഉം 18ഉം 18ഉം 6ഉം അതായത് 8ഉം 6ഉം 14ഉം 10ഉം 24 സെന്റിമീറ്റർ ആണ്. 24 സെന്റിമീറ്റർ ആണ് എന്ത് ഇതിന്റെ ചുറ്റളവ് വരുന്നത്. 6ഉം 8ഉം 14, 14ഉം 10ഉം 24 ആണ് POS ന്റെ ചുറ്റളവ്, പെരിമീറ്റർ. വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ
ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ. ത്രികോണത്തിൽ എ പി ബി ആർ പി ക്യു, എ പി ബി ആർ, അതുപോലെ തന്നെ വേറെ ഏതാണ് സി ക്യു, ഇവയുടെ നീളങ്ങൾ കണക്കാക്കാനാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള വരകളുടെ നീളം സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം വന്നാൽ ഏറ്റവും മുകളിലുള്ള പോയിന്റിൽ നിന്നുള്ള ഈ വരയുടെ നീളം എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. സോ ഇത് എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഇത് മൊത്തം 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം 7 മൈനസ് എക്സ് ആയിരിക്കും. കാരണം ഇതും കൂടെ കൂട്ടുമ്പോൾ 7 വരണം. മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ 7. ഇത് എക്സ് ആണ്. അപ്പോൾ ടോട്ടൽ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ആയിരിക്കും? 6 മൈനസ് എക്സ്. ഇത് മൊത്തം 9 സെന്റിമീറ്റർ ആണ്. അതിനകത്ത് ഇത് 7 മൈനസ് എക്സ് ആണെന്ന് അറിയാം. എ എന്ന് പറയുന്ന കോമൺ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുമുള്ള ദൂരം സെയിം ആയിരിക്കണം, 7 മൈനസ് എക്സ്. ഇത് ബി ആണ്. ബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള 6 മൈനസ് എക്സ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് എന്ത് തന്നെയായിരിക്കണം? 6 മൈനസ് എക്സ്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഇത് മൊത്തം 7 സെന്റിമീറ്റർ. ഇത്രയും ഞാൻ എക്സ് എന്ന് എടുത്താൽ ഇത്രയും എക്സ് ആയിട്ട് എടുക്കണം. ടോട്ടൽ 7 സെന്റിമീറ്റർ. ഇത്രയും എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഇത് 7 മൈനസ് എക്സ്. എയിൽ നിന്നുള്ള ഈ എ പിയും എ ആറിനും തുല്യ നീളമായിരിക്കണം. അപ്പോൾ 7 മൈനസ് എക്സ്. സിയിൽ നിന്നുള്ള സി പിക്കും സി ക്യൂക്കും തുല്യ നീളമായിരിക്കണം, എക്സ്. അതുപോലെ ബിയിൽ നിന്നുള്ള ബി ക്യൂക്കും ബി ആറിനും തുല്യ നീളം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ 6 സെന്റിമീറ്റർ. ഇത്രയും എക്സ് ആണെങ്കിൽ ഇത് 6 മൈനസ് എക്സ്, ഇതും 6 മൈനസ് എക്സ്. സോ നമ്മുടെ എക്സ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി 9 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 7 മൈനസ് എക്സ് പ്ലസ് ഇവിടെ എത്രയാണ് ഇതുള്ളത്? 6 മൈനസ് എക്സ്. മൈനസ് എക്സും മൈനസ് എക്സും എത്രയാ? മൈനസ് 2x. 7 6 എത്രയാ? 13. അപ്പോൾ 9 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയി? മൈനസ് 2x പ്ലസ് 13. ഞാൻ ഈ മൈനസ് 2x ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 2x ഈസ് ഈക്വൽ ടു 13 മൈനസ് 9 എത്രയാണ്? 4. 2x എന്ന് പറയുന്നത് 4, x എന്ന് പറഞ്ഞാൽ 4/2. എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 2 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ. മൊത്തം 7. അപ്പൊ 7 മൈനസ് 2 ഇവിടെ 5, ഇവിടെ 5. ഇവിടെ മൊത്തം 6. ഇവിടെ 2 ആണെങ്കിൽ 6 മൈനസ് 2 4. ഇത് 4 ആണെങ്കിൽ ഇതും 4. അപ്പൊ 5ഉം 4ഉം 9. 5ഉം 2ഉം 7. 2ഉം 4ഉം 6. ഓക്കെ, അത് സെറ്റായി. അപ്പൊ നമ്മൾ ചെയ്തത് ഇത് 7 മൈനസ് എക്സ്, ഇത് 7 മൈനസ് എക്സ്, ഇത് 6 മൈനസ് എക്സ്, ഇത് 6 മൈനസ് എക്സ്. 7 മൈനസ് എക്സും 6 മൈനസ് എക്സും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 9 കിട്ടണം. മൈനസ് എക്സും മൈനസ് എക്സും മൈനസ് 2x. 7ഉം 6ഉം 13. മൈനസ് 2x അപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 2x. ഇവിടെ 13 ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 13 മൈനസ് 9. 13 മൈനസ് 9 4 ആണ്. 2x 4നോട് ഈക്വൽ ആണ്. അപ്പോൾ x എത്രയാണ്? 4/2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2നോട് ഈക്വൽ ആയിരിക്കും. അതേപോലുള്ള ഒരു ചോദ്യമാണിത്. അതേപോലുള്ള ഒരു ചോദ്യം ചിത്രത്തിൽ എ ബി ബി സി സി എ എന്നീ വരകൾ വൃത്തത്തെ പി ക്യു ആർ എന്ന ബിന്ദുക്കളിൽ എന്ത് ചെയ്യുന്നു? തൊടുന്നു. എ ബി സി എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് 2 ടൈംസ് എ പി. കണ്ടോ? അത് ഇന്നലെ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ 4 വശമുള്ള ഒരു സൈഡിൽ ചെയ്തു. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. നോക്കിക്കേ, എ പി 2 ടൈംസ് എ പി, അതായത് എ പി 2 പ്രാവശ്യം വരണം, ബി പി 2 പ്രാവശ്യം വരണം, സി ആർ 2 പ്രാവശ്യം വരണം. നമുക്കറിയാം ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇത് y ആണെങ്കിൽ ഇതും y ആയിരിക്കും, ഇത് z ആണെങ്കിൽ ഇതും z ആയിരിക്കും. നേരത്തെ ഞാൻ ഇതുവരെ എടുത്തില്ല, കാരണം ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ 7 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും തന്നില്ല. അതുകൊണ്ട് നമുക്കറിയാം സിയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ വരയും ഈക്വൽ, ഈ വരയും ഈക്വൽ, ഈ വരയും തൊടുവരകളാണ് കോമൺ പോയിന്റിൽ നിന്ന് ഈക്വൽ. നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ പെരിമീറ്റർ വരുന്നത് x പ്ലസ് എക്സ്. നമുക്ക് എന്ത് കൊടുക്കാം? ആ പേരുകൾ അങ്ങോട്ട് കൊടുക്കാം. ടോട്ടൽ പെരിമീറ്റർ സി ആർ പ്ലസ് സി ക്യൂ പ്ലസ് ക്യൂ ബി പ്ലസ് ബി പി പ്ലസ് എ പി പ്ലസ് എ ആർ. ഇത്രയാണ് നമ്മുടെ പെരിമീറ്റർ വരുന്നത്. ഇത്രയാണ് നമ്മുടെ പെരിമീറ്റർ വരുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ നോക്കുക, എ പി 2 പ്രാവശ്യം ഉണ്ട്. എ പി എവിടെ? എ പി. അതിന് അർത്ഥം എ ആറിന് പകരം എ പി എന്ന് കൊടുക്കുക. സോ എ പി പ്ലസ് എ പി. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
സി രണ്ടാമത് ബി ക്യു ആണ്. ബി ക്യു എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും ഒരേ നീളമാണ്. അപ്പം പി ക്യു ഉണ്ട്, ഈ ബി പിക്ക് പകരം എന്ത് കൊടുക്കുക, ബി ക്യു എന്ന് കൊടുക്കുക, കാരണം രണ്ടും ഒരേ നീളമാണ്. ഇനി അടുത്തത് സി ആറും സി ക്യു. സി ആറിനും സി ക്യൂക്കും ഒരേ നീളമാണ്. ഇവിടെ വന്നിരിക്കുന്ന സി ആർ ആണ്. സോ സി ആർ പ്ലസ് സി ക്യൂക്കും സി ആർ എന്ന് കൊടുക്കുക. അപ്പൊ 2 ടൈംസ് സി ആർ പ്ലസ് 2 ടൈംസ് ബി ക്യു പ്ലസ് 2 ടൈംസ് എ പി. ഇതിൽ നിന്നെല്ലാം 2 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് 2 ടൈംസ് സി ആർ പ്ലസ് 2 ടൈംസ് ബി ക്യു പ്ലസ് 2 ടൈംസ് എ പി നിന്ന് എല്ലാം കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ടൈംസ് സി ആർ പ്ലസ് ബി ക്യു പ്ലസ് എ പി എന്ന് കിട്ടും. സോ ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. 2 ടൈംസ് സി ആർ ഉണ്ട്, ബി ക്യു ഉണ്ട്, എ പി ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 തൊടുവരകൾ ടാൻജൻസിന്റെ നീളം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഇവിടെ ഒരു മട്ട ത്രികോണം നോക്കിക്കേ. ഒരു മട്ട ത്രികോണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ACB എന്ന് പറയുന്നത്. അതിന്റെ ബാഹ്യവൃത്തം, പുറത്തു വരയ്ക്കാൻ പറ്റുന്ന ഒരു വൃത്തമാണ് ഏത്, ഈ വരച്ചിരിക്കുന്നത്. അതിന്റെ കേന്ദ്രം O എന്ന് തന്നിട്ടുണ്ട്. AP AQ BC, AP AQ BC ഇതെല്ലാം തൊടുവരകളാണ്. എല്ലാം തൊടുവരകളാണ് തന്നിട്ടുണ്ട്, ടാൻജൻസ് ആണ് തന്നിട്ടുണ്ട്. AC 8 സെന്റിമീറ്റർ, A മുതൽ C വരെ 8 സെന്റിമീറ്റർ. അതുപോലെ CR 4 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് 4 ആണെങ്കിൽ ഇതും 4 തന്നെയായിരിക്കും. കാരണം കോമൺ പോയിന്റ് സിയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ടാൻജന്റ് ആണല്ലോ CR. അതിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ആ CQ ക്കും 4 സെന്റിമീറ്റർ. സോ AQ എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ AQ എന്ന് പറയുന്നത് 8 4 12 ആണെന്ന് നമുക്ക് മനസ്സിലാവും. A യിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് ആണ് AQ, A യിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് ആണ് AP. അപ്പോൾ ഈ AP യും ടോട്ടൽ എത്ര സെന്റിമീറ്റർ വരണം, 8 4 12 സെന്റിമീറ്റർ വരണം. മാത്രമല്ല ഇത് 2 സെന്റിമീറ്റർ. ഏതാ, BR 2 സെന്റിമീറ്റർ ആണെങ്കിൽ BP യും 2 സെന്റിമീറ്റർ. അതിനർത്ഥം AB എത്രയാണ്, 10. കാരണം 10ഉം 2ഉം ആണ് 12. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, AB 10 ആണ് കണ്ടുപിടിച്ചു, BP 2, ടോട്ടൽ AP 12. ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. AQ എന്ന തൊടുവരയുടെ നീളം എന്തെന്നാണ് ചോദ്യം. AQ എന്ന് പറയുന്ന തൊടുവരയുടെ നീളം 8 4 12. അപ്പോൾ അതിന്റെ നീളം 12. ACB എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ACB എന്ന് പറയുന്ന ആ ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് നോക്കുമ്പോൾ AC എന്ന് പറയുന്നത് 8 വന്നിരിക്കുന്നു, CB എന്ന് പറയുന്നത് 4 2 6 വന്നിരിക്കുന്നു, AB എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 10. അപ്പോൾ ചുറ്റളവ് 8 10 18 6 24 എന്നാണ്. 24 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 12 സെന്റിമീറ്റർ. ഇനി അടുത്തത് ACB എന്ന ത്രികോണത്തിലെ പരപ്പളവ് എന്തെന്നാണ് ചോദ്യം. ഇതൊരു 90 ഡിഗ്രി ത്രികോണമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മട്ട ത്രികോണം ACB എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ, 8. ഹൈറ്റ് എത്രയാ, 6. സോ 8 6 48. 48/2 എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് നമ്മുടെ എന്ത് വരുന്നത്, 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പരപ്പളവും വരുന്നത്. 8 6 14 10 24 പെരിമീറ്ററും വന്നു. ഹാഫ് ഇൻറ്റു 8 6 48. 48ന്റെ പകുതി 24 എന്തും വന്നു, പെരിമീറ്ററും. പരപ്പളവും സെയിം ആണ് വന്നത്. അടുത്തതായിട്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ത്രികോണം ACBയുടെ അന്തർവൃത്ത ആരം എത്രയെന്നാണ്. ത്രികോണം ACBയുടെ അന്തർവൃത്ത ആരം, ഇത് ബാഹ്യവൃത്തമാണല്ലോ. അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ത്രികോണം വന്നാൽ എത്രയാകുമെന്നാണ് ചോദ്യം. അതായത് ACB ഇതിന്റെ അകത്തൊരു സർക്കിൾ വന്നാൽ അതിന്റെ ആരം, റേഡിയസ് എത്രയായിരിക്കും? ഇത് 10, ഇത് 8, ഇത് 6. നമുക്കറിയാം R equal to A/S ആയിരിക്കും. A/S, R equal to A/S. ഏരിയ കിട്ടിയത് 24. S എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. S എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, ചുറ്റളവിന്റെ പകുതി. ചുറ്റളവ് കിട്ടിയത് 24 ആണ്. അതിന്റെ പകുതി എത്രയാണ്,
12 ആണ് എസ് വരുന്നത്. സോ ആർ ഈക്വൽ ടു ഏരിയ കിട്ടിയത് 24, പെരിമീറ്റർ കിട്ടിയത് 24, 24ന്റെ പകുതി 12. സോ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ എന്ത് വരുന്നത്? 24/12 എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ഉള്ള ഒരു വൃത്തമാണ് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് എന്താണ് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിൽ 2 തൊടുവരകൾ ഉണ്ടെങ്കിൽ ആ തൊടുവരകൾ തമ്മിൽ തൊടുന്ന ബിന്ദുക്കൾ, ആ ബിന്ദുക്കൾ ഏതൊക്കെ എയും ബിയും തമ്മിൽ യോജിപ്പിക്കുന്ന കോർഡ് അല്ലെങ്കിൽ ഞാണ് ആയിട്ടുണ്ടാക്കിയെടുക്കുന്ന ഈ ആംഗിളും ഈക്വൽ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിമുട്ടിപ്പിച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 കോഡുകളുടെ നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 കോഡുകളുടെ നീളം സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എ, ഈ ഒരു പോയിന്റിനെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഇ എന്ന് വിളിക്കുകയാണെങ്കിൽ എ ഇ ഈസ് ഈക്വൽ ടു ഇ ബി ആയിരിക്കും. അപ്പൊ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഏത് എ ഇ ബി എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ ബേസ് ആംഗിളുകൾ എന്തായിരിക്കണം? ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കണം. കാരണം ഈ സൈഡ് ഈക്വൽ ആണ്. ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളും മസ്റ്റ് ബി ഈക്വൽ. അതൊരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എക്സ് എന്ന് തന്നെ വിളിക്കാം, ഇതിനെ വൈ എന്ന് തന്നെ വിളിക്കാം. നമുക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ എത്രയാ? ഈ റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ 90 ആണ്. 90 ആണ്. ഇതെന്താ എത്ര വരും? 90 - x വരും. മാത്രം അതെന്തുകൊണ്ടാണ്? കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് എത്രയാണ്? 90. ഈ ഒരു റേഡിയസും ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ 90 വരണം. അതിനകത്ത് ഇത്രയും ഭാഗം നമ്മൾ x എന്ന് എടുത്താൽ ഇത് ഉറപ്പായിട്ടും 90 - x എന്ന് വരും. കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 വരും. അതുപോലെ ഈ റേഡിയസും ഈ ടാൻജന്റും കൂടെ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. ഇത്രയും ഭാഗം y ആണെങ്കിൽ ഇത് എത്ര എടുക്കണം? 90 - y. ഇനി നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക, ഈ AOയും OBയും റേഡിയസ് ആണ്. AO = OB, AO = OB = റേഡിയസ്. പിന്നെ നമ്മൾ ഇത് 90 - x എന്ന് എഴുതി, ഇതും 90 - y എന്ന് എഴുതി. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഒരു ഐസോസെലസ് ത്രികോണമാണ്. കാരണം ഇതൊരു റേഡിയസ്, ഇതും ഒരു റേഡിയസ് ആണ്. അപ്പൊ ഐസോസെലസ് ത്രികോണം ആവുമ്പോൾ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. സോ 90 - x should be equal to 90 - y. 90 വെട്ടിപ്പോകും. സോ x is equal to എന്തെന്ന് വരും? x is equal to y. അതായത് ഈ ഒരു ടാൻജന്റും കോർഡും തമ്മിൽ നോക്കിക്കേ, ഈ ഒരു ടാൻജന്റും കോർഡും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത x എന്ന് പറയുന്നത് ഈ ടാൻജന്റും അതേ കോർഡും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന y ആംഗിളിനോട് തുല്യമായിരിക്കും. സോ അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ O എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ AC ഒരു കോർഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ സിയിൽ നിന്ന് ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 ഡിഗ്രി വരുന്ന ഒരു വര OAയിലേക്ക്, അതായത് സിയിൽ നിന്ന് 90 ഡിഗ്രി വരത്തക്ക വിധം OA എന്ന് പറയുന്ന വരയിലേക്ക് വരച്ചപ്പോൾ അത് കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് ബി. അങ്ങനെയാണെങ്കിൽ അതായത് ലംബമാണ് ഈ CD എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള OAയിലേക്കുള്ള, എവിടെ നിന്ന്? സിയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വൃത്തത്തിന്റെ റേഡിയസ് r ആയിട്ട് എടുത്താൽ നമ്മളപ്പോ എന്ത് വരയ്ക്കുകയാണ്? റേഡിയസ് വരച്ചു ചേർക്കുകയാണ്. OA × OB = r² എന്നാണ് വരേണ്ടത്. OA × OB = r², അതായത് r × r എന്നാണ് വരേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് അത് രണ്ടും സിമിലർ ആണെന്ന്, സദൃശ്യമാണെന്ന് തെളിയിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാം. OA × OB = r × r എന്നാണ് ചോദ്യം. ഞാൻ ഒരു r ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? OA/r = വേറൊരു r ഇവിടെ ഉണ്ട്, r/OB എന്നാണ് നമ്മൾ രണ്ട് ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. OA/r ക്വസ്റ്റ്യനിലുള്ളതാണ്. OA × OB = r/r. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ OA/r = r/OB എന്നുള്ളതിലേക്കാണ് നമുക്ക് എത്തി വരേണ്ട. സദൃശ്യ ത്രികോണങ്ങൾ
നമുക്കറിയാം സിമിലർ ട്രയാങ്കിളുകൾ അതിന്റെ ആ ഒരു കോൺ അളവുകൾ ഈക്വൽ ആയിട്ട് വരും. സദൃശ്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിൽ കോണുകൾ തുല്യമായിട്ട് വരും. ആ തുല്യമായിട്ടുള്ള കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഒരേ റേഷ്യോയിലായിരിക്കും. ആ റേഷ്യോ എഴുതുമ്പോൾ ഇങ്ങനെ വരണം. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസറിന്റെ ആ ഒരു എന്താണ് ക്ലൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ ഏതൊക്കെ ത്രികോണം എഴുതുകയാണ്? നോക്കുക, ഏതൊക്കെ ത്രികോണങ്ങളാണ് എടുക്കേണ്ടത്? ഒ എയും ഒ ബിയും റേഡിയസും ഉള്ള ത്രികോണങ്ങൾ. ഒ എ വലിയ ത്രികോണം, ഒ ബി ചെറിയ ത്രികോണം. കണ്ടോ? അപ്പൊ തന്നെ ഏത് ത്രികോണങ്ങളാണ് എടുക്കേണ്ടതെന്ന് വരെയുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഞാൻ ആ രണ്ട് ത്രികോണങ്ങളെ വേറെ വരയ്ക്കുകയാണ്. ഒരു ത്രികോണം എന്ന് പറയുന്നത് ഒ ബി സി. അപ്പൊ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ഒ ബി വരുന്നുണ്ട്. ഇനി ഒ എ വരുന്ന വലിയ ത്രികോണം ഓക്കെ, അതിന്റെ ആ ഒരു ഷേപ്പ് വ്യത്യാസമാണ്. ആ ഷേപ്പ് നമുക്ക് കറക്റ്റ് വരയ്ക്കുമ്പോൾ ഒ എ ഇങ്ങോട്ടേക്കാണ് സി. അപ്പോൾ ഒ എ സി അതുപോലെ തന്നെ ഇങ്ങോട്ട് കൂട്ടി ഒട്ടിക്കുന്നു. നമുക്കറിയാം നമ്മുടെ റേഡിയസും ടാൻജന്റും കൂടെ കൂട്ടിമുട്ടിക്കുന്ന ഇടം 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു മട്ട ത്രികോണമാണ്, കാരണം ലംബമാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് സി ബി എന്ന് വന്നിട്ടുണ്ട്. സോ ഇതും 90 ഡിഗ്രി. ഇനി രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് O. അപ്പൊ രണ്ട് ആംഗിളുകൾ ഈ ചെറിയ ത്രികോണവും വലിയ ത്രികോണത്തിൽ നിന്ന് രണ്ട് ആംഗിളുകൾ എന്തായി? തുല്യമായി. എനിക്ക് എങ്ങനെയാണ് ഈ രണ്ട് ത്രികോണങ്ങളുമാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായത്? ഒ എയും ഒ ബി ഉള്ളത് എവിടെയാണെന്ന് നോക്കുക. ഒ എ ഉള്ളത് വലിയ ത്രികോണത്തിൽ, ഒ ബി ഉള്ളത് ഈ ചെറിയ ത്രികോണത്തിൽ. അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. സോ രണ്ട് ആംഗിളുകൾ എന്ത് ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളുകളും ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കും. സോ ഈ രണ്ട് ത്രികോണങ്ങളും കാണുമ്പോൾ അറിയാം ഈക്വൽ ട്രയാങ്കിൾ, കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അല്ല, പക്ഷേ സിമിലർ ട്രയാങ്കിൾ ആണ്. സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ആംഗിൾസ് ഉള്ളവയാണ്, പക്ഷേ അതിന്റെ വശങ്ങൾ ഒരേ റേഷ്യോയിലായിരിക്കും, ഒരേ അനുപാതത്തിലായിരിക്കും. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ ഒരേ റേഷ്യോയിലായിരിക്കും. നമുക്ക് ഈക്വൽ ആംഗിൾസ് നോക്കാം. ഓയും അതിന്റെ ഓപ്പോസിറ്റ് ചെറുതിൽ എത്രയാ? സി ബി. ഓയിൽ വലുതിൽ എത്രയാ? ഓടെ ഓപ്പോസിറ്റ് സി എ. ഈക്വൽസ് 90ക്ക് ഓപ്പോസിറ്റ് ചെറുതിൽ എത്രയാ? ഒ സി. 90ക്ക് ഓപ്പോസിറ്റ് വലുതിൽ എത്രയാ? ഒ എ. ഇനി അടുത്ത ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സിക്ക് ഓപ്പോസിറ്റ് ചെറുതിൽ എത്രയാ? ഒ ബി. അതേ ഈക്വൽ ആംഗിൾ ആയിട്ടുള്ള എക്ക് ഓപ്പോസിറ്റ് ചെറുതിൽ എത്രയാ? ഒ സി. ഇനി നമുക്ക് ഈ മൂന്ന് റേഷ്യോ കിട്ടി. അതെങ്ങനെ എനിക്ക് കിട്ടിയത്? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഒരേ റേഷ്യോയിലായിരിക്കും. എനിക്ക് ഒരേ റേഷ്യോയിലൊക്കെ ഉള്ള സംഭവം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒ എയും ഒ ബിയും ഉള്ളതാണ്. ഒ എ ഉള്ളത് ഏതാ? ഓക്കെ, ഇതാ ഒ എ കിടക്കുന്നു. ഒ ബി ഉള്ളത് നമുക്ക് ഈ രണ്ട് റേഷ്യോയിൽ മാത്രം മതി. അപ്പോൾ ഞാൻ അത് മാത്രം എടുക്കുകയാണ്. ഒ സി ബൈ ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ബൈ ഒ സി എന്നെടുത്തു. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഒ സി എന്ന് പറയുന്ന റേഡിയസ് ആണ്. സോ ഞാൻ ഈ ഒ സിക്ക് പകരം 6 കൊടുക്കുന്നു. ഒ എക്ക് പകരം ക്വസ്റ്റ്യനിൽ ഒ എ ഉണ്ട്, ഒ ബി ഉണ്ട്. അപ്പോൾ ഒ എ തന്നെ മതി. അടുത്ത ഒ ബി എന്ന് തന്നെ എടുത്തു. ഒ സിക്ക് പകരം നമുക്കറിയാം ഒ സി എന്ന് പറയുന്ന റേഡിയസ് ആണ്. സോ r into r is equal to r square is equal to OB into OA എന്ന് കിട്ടി. ചുരുക്കം പറഞ്ഞാൽ ഞാൻ എടുത്തത് രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്തു. ആ രണ്ട് ത്രികോണങ്ങളും ആദ്യം എന്താണെന്ന് തെളിയിച്ചു? സിമിലർ ആണെന്ന്. അതൊക്കെ നമ്മുടെ ആൻസറിൽ വേണം. സിമിലർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ആംഗിൾസുകൾ ഇത് 90 ഇത് 90 ഇതും കോമൺ. അപ്പോൾ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ സിമിലർ ആയിരിക്കും. സിമിലർ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ ഒരേ റേഷ്യോയിൽ എഴുതാം. അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ തന്ന അതേ കാര്യം എനിക്ക് കിട്ടുകയും ചെയ്തു. സിമ്പിൾ ആയിട്ട് നമ്മളത് ചെയ്തെടുത്തു. ഇനി അടുത്ത ചോദ്യം. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ എയിൽ നിന്നുള്ള തൊടുവരയാണ് AP. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ എയിൽ നിന്നുമുള്ള തൊടുവരയാണ് AP. നോക്കിയേ, എയിൽ നിന്നുമുള്ള തൊടുവരയാണ് AP. AB യുടെ നീളം 3 സെന്റിമീറ്റർ അത് തന്നിട്ടുണ്ട്. OA യുടെ നീളം
എത്രയാണെന്നാണ് ചോദ്യം. ഒ എയുടെ നീളം വളരെ സിമ്പിൾ ആണല്ലോ. അത് കഴിഞ്ഞ് എ പിയുടെ നീളം എത്രയാണ്? ഓക്കെ, നമുക്കറിയാം റേഡിയസും ടാൻജന്റും കൂടെ കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 4 സെന്റിമീറ്റർ. സോ ഈ ഒ എ എന്ന് പറയുന്നത് ടോട്ടൽ 4 3 7 സെന്റിമീറ്റർ ആണ്. 4 3 7 സെന്റിമീറ്റർ ആണ്. 7 4 3 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇവനെ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് വിളിക്കേണ്ടത്. ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √7² - 4² എന്ന് ചെയ്യണം. 7² 49 ആണ്, 4² 16 ആണ്. അപ്പോൾ 49ൽ നിന്ന് 6 പോയാൽ എത്രയാ? √9 ൽ 6 പോയാൽ 3, 10 പോയാൽ 33. √33 സെന്റിമീറ്റർ എന്നാണ് പി എയുടെ നീളം വരുന്നത്. √33 സെന്റിമീറ്റർ. എങ്ങനെയാണ് കിട്ടിയത്? ഒരിക്കൽ കൂടി നോക്കാം. 4 സെന്റിമീറ്റർ ആണ് റേഡിയസ്. സോ ഒ ബിയും 4 സെന്റിമീറ്റർ വരും. ഇനി അടുത്തത് എ ബി തൊടുവരയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എ ബിയുടെ നീളം 3 സെന്റിമീറ്റർ ആണ്. എ ബിയുടെ നീളം 3, അപ്പൊ 4 3 7, 4 3 7 സെന്റിമീറ്റർ. അങ്ങനെ 7 സെന്റിമീറ്ററും ഇത് 4 ആണെങ്കിൽ √7² - 4², 7² 49 - 16, √33 ആണ് എ പി എന്ന് പറയുന്ന ആ ഒരു ടാൻജന്റിന്റെ നീളം. അടുത്ത ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം. നോക്കിയ ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ അന്തർവൃത്തം അകത്തുള്ള ഇൻസർക്കിൾ ആണ് തന്നിരിക്കുന്നത്. പി ക്യു ആർ എന്ന് പറയുന്ന പോയിന്റ്സിലാണ് എന്ത് ഈ ഒരു ടാൻജൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എയിൽ നിന്നുള്ള ടാൻജന്റ് ക്യൂ, എ ക്യൂ ഈക്വൽ ടു എ ആർ, സി ക്യൂ ഈക്വൽ ടു സി പി, പി ബി ഈക്വൽ ടു ബി ആർ. ഇനി നമ്മളോടുള്ള ചോദ്യം എ ക്യു ആറിലെ മറ്റു രണ്ട് കോണുകൾ എത്രയാണെന്ന് കാണിക്കുക. എ ക്യു ആർ, വേർ ഈസ് എ ക്യു ആർ? എ ക്യു ആറിലെ മറ്റു രണ്ട് കോണുകൾ എത്രയാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അത് വളരെ സിമ്പിൾ ആയിരിക്കും, കാണിച്ചു തരാം. പിന്നെ ഉള്ളത് പി ക്യു ആറിൽ പിയിലെ കോൺ കണക്കാക്കുക. പി ക്യു ആർ എവിടെ? പി ക്യു ആർ, പി ക്യു ആറിൽ പിയുടെ ട്രയാങ്കിൾ പി ക്യു ആറിൽ പിയുടെ കോണളവുകൾ കണക്കാക്കുക. പിന്നെ ഉള്ളതോ പി ക്യു ആറിലെ മറ്റു രണ്ട് കോണുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഒരു ചോദ്യത്തിൽ എല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാ കൺസെപ്റ്റ്സും ഈ ഒരു ചോദ്യം വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ 40 ഡിഗ്രി അല്ലേ? ഈ എ ക്യൂ എന്ന് പറയുന്നത് എ ആറിനോട് തുല്യമായിരിക്കും, കാരണം ഐസോസെലസ് ത്രികോണം. സോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം. സോ 40 ആണെങ്കിൽ 140 ആണ് വരേണ്ടത്. അപ്പോൾ 70ഉം 70ഉം ആണ് ഇവിടെ വരേണ്ടത് ഐസോസെലസ് ത്രികോണം. ഓക്കെ, ഇനി ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ടാൻജന്റും കോഡും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വശത്തെ ആംഗിൾ 70 ആണെങ്കിൽ സർക്കിളിന്റെ അപ്പുറത്തെ ഭാഗത്ത് ആ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന മേജർ ആർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിളും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 70 ഡിഗ്രി തന്നെയായിരിക്കും. 70 ഡിഗ്രി. അപ്പൊ നമ്മൾ ആംഗിൾ പി കണ്ടുപിടിച്ചു 70 ഡിഗ്രി. അല്ലെങ്കിൽ അത് വേറെ രീതിയിലും കൂടെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇത് 40 ഡിഗ്രി ആണെങ്കിൽ സെന്ററിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ആണെങ്കിൽ 140. കാരണം സെന്ററിലെ ഈ ആംഗിളും ഇതും കൂടെ കൂട്ടുമ്പോൾ 140ഉം 40ഉം 80 വരും, 180 വരും. സോ ഇത് 140. ഇതൊരു ഇതൊരു കോഡ് അല്ലെങ്കിൽ ആ കോഡ് സെന്ററിൽ എക്സ്റ്റെൻഡ് ചെയ്ത ആംഗിൾ 140 ആണെങ്കിൽ എത്ര വരും? 70. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. സോ ഇതിന്റെ ആൻസർ എന്തായാലും 70 ഡിഗ്രി. അടുത്തതായിട്ട് ഇത് 60 ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ഇതും ഒരേ നീളമുള്ള കോഡുകളാണ്, ഐസോസെലസും ആണ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ വരുമ്പോൾ ഇത് 60 ആണെങ്കിൽ ബാക്കി വരേണ്ടത് 60ന്റെ കൂടെ 120 ആണ്. 120 സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഇതും 60 എന്ന് പറയണം. സോ അത് 60. ഓക്കെ, ഇവിടെ ഇതൊരു ടാൻജന്റ്, ഇതൊരു കോഡ്, ഇത് തമ്മിൽ 60 ഉണ്ടാക്കിയാൽ ഇവിടെ എത്ര ക്രിയേറ്റ് ചെയ്യണം? 60 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇത് 60 ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 120. 120ന്റെ പകുതി 60. ഇനി അടുത്തത് നോക്കി, ഇത് 40, ഇത് 60. വലിയ ത്രികോണത്തിൽ 40ഉം 60ഉം വന്നാൽ ഇത് എത്ര ഡിഗ്രി വരണം? 4 6 10. 10 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി വരണം? 80 ഡിഗ്രി. 6 4 10 ആണെങ്കിൽ 80 ഡിഗ്രി. 80 ഡിഗ്രി ആണെങ്കിൽ ഇതും കൂടെ ഈക്വൽ ആയിരിക്കും. ഈ സി ക്യൂ എന്ന് പറയുന്നത് സി പി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ഇതൊരു ഐസോസെലസ് ത്രികോണം ആയതുകൊണ്ട് ഇതും ഈക്വൽ ആവണം.
ഈക്വൽ ആവണമെന്ന് പറഞ്ഞാൽ 80 വന്നപ്പോൾ 100 വരണം, രണ്ടും 50 വീതമായിരിക്കും, 50-50. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50. ഇതും എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും, രണ്ടും 50 ഡിഗ്രി വീതം. ഇനി ഇത് 80 ആണെങ്കിൽ ഈ ഒരു രണ്ട് ടാൻജന്റുകൾ, ആ ടാൻജന്റും ഇവിടെ ഞാൻ സെൻട്രലിലോട്ട് കൂടെ വരയ്ക്കുന്ന ആ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന എത്രയായിരിക്കും? സെൻട്രലിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 80 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. 100ന്റെ പകുതി ഇവിടെ വരണം, 50 വരണം. സോ അല്ലെങ്കിൽ ടാൻജന്റും കോണും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന 50 ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി തന്നെ വരണമെന്ന് ഓർക്കുക? 50 ഡിഗ്രി വരണമെന്ന് ഓർക്കുക. ഫുൾ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫുൾ കൺസെപ്റ്റും ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു ചോദ്യമാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഇത് 70 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളുകൾ ഇതും ഇത് ഈക്വൽ ആയതുകൊണ്ട് ഒരു പോയിന്റിൽ നിന്നുള്ള രണ്ട് ബോർഡ്സ് ടാൻജന്റുകൾ ഈക്വൽ ആയതുകൊണ്ട് 70 ആണെങ്കിൽ ഇനി നമുക്കറിയാം 110 കൂടെ വരണം. സോ ഇത് 55, ഇത് 55. ഇതൊരു കോഡ്, ഇതൊരു ടാൻജന്റ്, ഇതൊരു കോഡ്. അവർ രണ്ടും തമ്മിലുള്ള ആംഗിൾ 55 ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഇതും എത്ര ആയിരിക്കണം? 55. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സെന്ററിലേക്ക് ഇങ്ങനെ ഒരു വര വരച്ച് ചേർത്താൽ ഇത് 70 ആണെങ്കിൽ ഇത് 110 ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇങ്ങനെ വര വരച്ച് ചേർത്താൽ 80 ആണെങ്കിൽ നമുക്കറിയാം ഇത് 100 ആയിരിക്കും. 100 ആണെങ്കിൽ ഇത് 50 വരും. ഇനി നമുക്കറിയാം 70 80 എത്രയാണ്? 7 7 14 15. 150 ആണെങ്കിൽ ഇത് 30. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 30 ആണെങ്കിൽ ഇത് 150 വരണം. 150 30 ആണെന്ത്? 180. അപ്പൊ 180 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരേണ്ടത്? 75. 75 50 40 ഇത് 50, ഇത് 75, ഇത് 55 എന്നാണ് വരേണ്ടത്. ഏത് തിയറം വെച്ചിട്ട്? ഈ ആംഗിളും സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട്. ഇനി അങ്ങനെ അല്ല ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് 70 80 വന്നാൽ ഇത് ഉറപ്പായിട്ടും 30 ആയിരിക്കും, കാരണം 180 വരണം. ഇനി ഇത് 70 വന്നു, ഇത് ഒരു വര, ഇതൊരു വര, ഈ രണ്ട് വരകളുടെ നീളം സെയിം ആണ്. സോ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ വരും. ഇത് 55 ഇത് 55 ആണെങ്കിൽ ഇതും എത്ര വരും? 55. കാരണം ഈ രണ്ട് ആംഗിളുകളും തുല്യമായിരിക്കണം ഇവിടെയുള്ള ആംഗിൾ. ഇനി ഇത് 80 വന്നു, അപ്പോൾ ഇത് എത്ര വീതം വരണം? 50 വീതം വരണം. സോ ഇത് എത്രയായിരിക്കും? 50. ഇനി അടുത്തത് ഇത് 30 വന്നു, ഇനി 150 വരണം, 75 വീതം വരണം. സോ ഇത് 75. 75ഉം 5ഉം 80ഉം 5ഉം അല്ലെങ്കിൽ 50ഉം 50ഉം 100, 100ഉം 5ഉം 105, 105ഉം 5ഉം 110, 110 7ഉം 180. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ പോലെ തന്നെയുള്ള കൺസെപ്റ്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിലും. അടുത്തതായിട്ട് ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിന്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ. വലിയ ത്രികോണത്തിന്റെ കോണളവുകൾ കണക്കാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വലിയ ത്രികോണത്തിന്റെ കോണളവുകളാണ് 8 6 14. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി. ഇത് 40 ഡിഗ്രി. നമുക്കറിയാം ഈ ഒരു ആംഗിളും ഈ ആംഗിളും ഏതിനോട് തുല്യമായിരിക്കണം? ഇതിനോട് തുല്യമായിരിക്കണം, 60. ഇത് 60 ആണെങ്കിൽ ഇത് 60, ഇത് 60. അപ്പോൾ ഇതും 60 ആയിരിക്കണം. ഇനി ഈ ഒരു ത്രികോണത്തിന്റെ കാര്യം എടുക്കാം. ഈ ആംഗിളും ഈ ആംഗിളും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇവനോട് ഈക്വൽ ആയിരിക്കണം. സോ ഇത് 80, ഇതും 80. 80 160 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 20. ഇനി ഇവനും ഈക്വൽ ആയിരിക്കണം. ഇവനും ഈക്വൽ ആയിരിക്കണം. അവൻ എവനോട് തുല്യമായിരിക്കണം? ഇയാളോട് തുല്യമായിരിക്കണം. സോ 40 40 80 ആണെങ്കിൽ ഇയാൾ എന്തിനോട് തുല്യമായിരിക്കണം? 100നോട് തുല്യമായിരിക്കണം. മനസ്സിലായല്ലോ? ഇത് 40 നമ്മൾ ഈ ത്രികോണത്തിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. 80 60 140 40 180. ഇത് 40 ആണെങ്കിൽ ഇതും 40 40 80. 80 ആണെങ്കിൽ ഇത് 100. അപ്പോൾ 100ഉം 80ഉം 180. സോ ഇത് 100 160 160 20 180. അതൊരു രീതി. ഇനി വേറെ രീതി ഉണ്ട്, കാണിച്ചു തരാം. അടുത്ത രീതി എന്ന് പറയുന്നത് ഇത് 80 60 8 6 14 ആണെങ്കിൽ ഇത് 40 ഡിഗ്രി വരും. ഇനി നമ്മൾ ഇതിന്റെ സെൻട്രൽ ആംഗിളുകൾ ഇങ്ങനെ വരച്ചു തരണം. ഇത് 40 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 80 ആയിരിക്കും. 80 കാരണം
ഒരു കോഡെക്സിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി എവിടെ വരുന്നത്. അപ്പൊ ഇത് എത്രയായിരിക്കും? 80. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര വരണം? 100 വരണം. കാരണം 80 100 180. ഇതും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇനി ഇത് കണ്ടില്ല 60. അപ്പം ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 60ന്റെ ഇരട്ടി ആയിരിക്കും 120. 120 ആണെങ്കിൽ ഇത് എത്ര വരണം? 120ന്റെ കൂടെ 60 കൂട്ടിയാലാണ് 180. ഇനി ഇത് 80 ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ നമുക്കറിയാം, ഈ കോഡെക്സിന്റെ ചെയ്യുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത് 80. 80ന്റെ ഇരട്ടി 160. 160 ആണെങ്കിൽ പകുതി 80 ഇവിടെ വരും. അപ്പൊ ഇത് 160 ആണെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ? വരത്തുള്ളൂ 20. അപ്പൊ ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിലിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഇപ്പൊ ചെയ്ത അതേ മാതൃകയിലുള്ളതാണ്. ചിത്രത്തിൽ ത്രികോണം ട്രയാങ്കിൾ എബിസിയുടെ അന്തർവൃത്തം PQR എന്നീ ബിന്ദുക്കളിൽ സ്പർശിക്കുന്നു. AB = AC. AB = AC ആണ്. ഓക്കെ, അതായത് ABC എന്ന് പറയുന്നത് ഐസോസെലസ് ത്രികോണമാണ്. അപ്പൊ ഇത് 100 ആണെങ്കിൽ ഇത് 40, ഇതും 40 ആയിരിക്കും. കാരണം മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇത് 100 140 180. AB = AC. അപ്പൊ ഐസോസെലസ് ആംഗിൾ 100 ആണെങ്കിൽ ആംഗിൾ ABC ACB എന്ന് ABC ACB അത് രണ്ടും എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി? 40. PQR എന്ന ത്രികോണം PQR ഈ ത്രികോണത്തിലെ എല്ലാ ആംഗിളുകളും കണക്കാക്കാനാണ് പറയുന്നത്. അത് കണക്കാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇത് 100 ആണെങ്കിൽ ഒരു കോമൺ പോയിന്റിൽ നിന്ന് എയിൽ നിന്ന് ക്യൂയിലേക്കും എയിൽ നിന്ന് ആറിലേക്കും വരയ്ക്കുന്ന വരകളുടെ നീളം തുല്യമായിരിക്കും. സോ ഈ ത്രികോണം ഐസോസെലസ് ആയിരിക്കും. സോ 100 180 ആണ് വരേണ്ടത്. ഇവൻ 40 ആയിരിക്കും, ഇവനും 40 ആയിരിക്കും. സോ 100 140 180. നമുക്കറിയാം ഇവനും 40 ആണെങ്കിൽ ഇവനും 40 ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു വരകൾ രണ്ടും തമ്മിൽ ഈക്വൽ ദൂരങ്ങളാണ്. സോ 40 ആണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കും. 40 ആണെങ്കിൽ 140 അല്ല വരണ്ട. അപ്പൊ 70ഉം 70. സോ ഇത് 70 ഇത് 70 ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി? 70 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവൻ 40, ഇനി 140 അല്ല വരണ്ട. അപ്പൊ ഇത് 70 ഇതും 70 തന്നെ പറഞ്ഞു. 70 140 40 180. സോ ഇതും 70 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 70. സോ 70 140 40 180 ഡിഗ്രി എന്ന് കിട്ടും. നമ്മളിപ്പോ ചെയ്ത അതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഇവിടെ ഓർക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇതാരാ? ഒരു കോഡാ. സർക്കിളിന്റെ അകത്ത് രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കോഡാ. ഇതാരാ? ഒരു ടാൻജന്റാ. കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് അതേ കോഡ് സർക്കിളിൽ വേറൊരു ആർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ആംഗിളിനോട് തുല്യമായിരിക്കും. ഇത് 70 ഇത് 70 ആണെങ്കിൽ ഇത് 70ന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഈ ചോദ്യം സെൻട്രൽ ആംഗിളിന്റെ കൺസെപ്റ്റിൽ വെച്ച് നമുക്ക് ചെയ്യാം. അതും കൂടെ കാണിച്ചു തരാം. ഞാൻ എല്ലാ ചോദ്യത്തിനും സെൻട്രൽ ആംഗിൾ ഇട്ടും കാണിച്ചു തന്നിരുന്നു. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 100 ആണെങ്കിൽ ഇത് 70 അല്ല 40 ഇതും 40. ഇനി നമ്മുടെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇത് 40 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 140. ഇത് 40 ആണെങ്കിൽ ഇതും 140. ഇത് 100 ആണെങ്കിൽ ഇത് 80 അല്ലെ? 80ന്റെ പകുതി എത്ര വരും? 40. ഇത് എത്രയാ വരുന്നത്? 80. 80ന്റെ പകുതി 40 ഇവിടെ വരും. ഇത് 40 ആണെങ്കിൽ ഇത് എത്രയാ വരുന്നത്? 140. 140ന്റെ പകുതി 70 ഇവിടെ വരും. ഇത് 40 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരും? ഇത് ഇതും കൂടെ കൂട്ടുമ്പോൾ 180. സോ ഇത് 40 ആണെങ്കിൽ ഇത് 140. 140ന്റെ പകുതി 70. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ്. O എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിന്റെ ഒരു കേന്ദ്രമാണ് തന്നിരിക്കുന്നത്. എയും ബിയും ഉള്ള തൊടുവരകളാണ് PA PB. പിയിൽ നിന്നുള്ള തൊടുവരകളാണ് PA യും PB യും. ടാൻജൻസ് ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. സോ PA is equal to PB. PA ഈ വൃത്തത്തിന്റെ ആരം r ആയാൽ OP by OQ is equal to r square എന്ന് തെളിയിക്കുക. OP by OQ is equal to r square. ഇത് നമ്മൾ നേരത്തെ എടുത്ത അതേ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു തന്നിട്ടുള്ളൂ.
എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ത്രികോണങ്ങളായിട്ട് സെറ്റ് ചെയ്യണം. നോക്കിക്കേ, നേരത്തെ ഇത്ര പകുതി ഉള്ളായിരുന്നേ ഉള്ളൂ. ഒ പി എന്ന് പറയുന്നത് വലിയ ത്രികോണം, ഒ ക്യു എന്ന് പറയുന്നത് ചെറിയ ത്രികോണം. ആ രണ്ട് ത്രികോണങ്ങളും ഞാൻ വേറെ നേരത്തെ വരച്ച് ചെയ്ത് കാണിച്ചാണ്, ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒ ക്യു എ എന്ന് പറയുന്ന ത്രികോണം വരച്ചു, ഇത് 90 ഡിഗ്രി. അതുപോലെ തന്നെ ഒ എ പി ഇത് 90 ഡിഗ്രി, ഇത് ഒ, ഇത് എ, ഇത് പി, 90 ഡിഗ്രി. സോ അടുത്തത് ഓയും കോമൺ ആണ്. ഈ രണ്ട് ത്രികോണങ്ങളും രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയാൽ മൂന്നാമത്തെ ആംഗിൾ ഉറപ്പായിട്ടും എന്താവും? ഈക്വൽ ആവും. സോ രണ്ട് ത്രികോണങ്ങളും എന്തായി? ഈക്വൽ ത്രികോണങ്ങൾ, സോറി ഐസോസെലസ്, അതുമല്ല, രണ്ട് ത്രികോണങ്ങളും എന്തായി? സദൃശ ത്രികോണങ്ങളായി. സദൃശ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ സിമിലർ ട്രയാങ്കിൾസ് ആയി, കാരണം ആംഗിൾസുകൾ എന്തായി? ഈക്വൽ ആയി. ആംഗിൾസുകൾ ഈക്വൽ ആണെങ്കിൽ സെയിം ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ എന്തായിട്ട് എഴുതണം? ഒരേ റേഷ്യോ, ഇതും ഇതും. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഒ എ ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് എ പി ഈസ് ഈക്വൽ ടു 90 ഓപ്പോസിറ്റ് ഒ എ ബൈ 90 ഓപ്പോസിറ്റ് ഒ പി. ഇനി ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് ഒ ക്യു ബൈ രണ്ടെണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ഒ എ. സോ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ഏതൊക്കെ എടുക്കണം? ഒ പി ഒ ക്യു ഉള്ളതാണ് എടുക്കേണ്ടത്, ഒ പിയും ഒ ക്യൂവും ഉള്ളതാണ് എടുക്കേണ്ടത്. സോ ഒ എ ഇത് ഇത്രയും ഭാഗം എടുത്താൽ മതി. ഒ എ എന്ന് പറയുന്നത് ഇതിനോട് തുല്യമാണ്. ഒ എ ഫിഗറിൽ നോക്കി അറിയാം, ഒ എ ആറിനോട് തുല്യമാണ് ബൈ ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യു ഇതിനോട് തുല്യമാണ്, അത് ഒ ക്യൂട് തന്നെയാണ്. പിന്നെ ഉണ്ട് ഒ എ ആർ. സോ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒ പി ഇൻറ്റു ഒ ക്യു ഈസ് ഈക്വൽ ടു ഒ പി ഇൻറ്റു ഒ ക്യു ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ചിത്രത്തിൽ ത്രികോണം എ ബി സിയുടെ ബാഹ്യവൃത്തത്തിന്റെ കേന്ദ്രമാണ് എന്ത്? പി. ചിത്രത്തിൽ ത്രികോണം എ ബി സി തന്നിരിക്കുന്നു, എ ബി സി എന്ന് പറയുന്ന ത്രികോണം തന്നിരിക്കുന്നു. അതിന്റെ ബാഹ്യവൃത്തം, ഇതുപോലത്തെ ഒരു ചോദ്യം ചെയ്തതാണ്. ബാഹ്യവൃത്തം, പുറത്തുള്ള വൃത്തം തന്നിരിക്കുന്നു, അതിന്റെ കേന്ദ്രം പി എന്ന് തന്നിരിക്കുന്നു. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ആംഗിൾ ബി എ സി 80 ഡിഗ്രി. ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. ത്രികോണം എ പി സിയുടെ കോണളവുകൾ കണക്കാക്കുക എന്നാണ് ചോദ്യം. ത്രികോണം, ഈ ക്വസ്റ്റ്യനിൽ ഇത് 40 തന്നിരിക്കുന്നു, ഇത് 80 തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഉറപ്പായിട്ടും 60 വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 8 4 12, 120 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി വന്നേ മതിയാവൂ. ഇനി ഇത് 80, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇത് വരുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 80 ആണെങ്കിൽ ഇത് 100 ഡിഗ്രി ആയിരിക്കും ടോട്ടൽ വരുന്നത്. ഇത് 60 ആണെങ്കിൽ ഇത് ടോട്ടൽ 100 80 180. അപ്പൊ 60 ആണെങ്കിൽ 120, 120 60 180. ഇത് ടോട്ടൽ 120 ആണെങ്കിൽ ഇതിന്റെ പകുതി 60 ആയിരിക്കും. ഇത് ടോട്ടൽ 100 ആണെങ്കിൽ ഇതിന്റെ പകുതി 50 ആയിരിക്കും. സോ 50ഉം 60ഉം എത്രയാണ്? 5 6 11. 11 എന്ന് പറയുമ്പോൾ 110. 110 എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ത്രികോണത്തിൽ 50 വന്നു 60 വന്നു. അപ്പൊ 110, 110ന്റെ കൂടെ 70 കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 180 വരും. സോ ഈ ത്രികോണത്തിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, അതായത് ഒരു ത്രികോണത്തിന്റെ എല്ലാ ആംഗിളുകളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അടുത്തത്, ചിത്രത്തിൽ സി എ സി ബി ഇവ വൃത്തത്തിന്റെ തൊടുവരകളാണ്. വൃത്തത്തിന്റെ തൊടുവരകളാണ് സി എയും സി ബിയും. കൂടാതെ പി എ ഈക്വൽ ടു പി ബി, പി എ ഈക്വൽ ടു പി ബി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അവർ തന്നിട്ടുണ്ട്, ഇതും ഈക്വൽ ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പി എ ഈക്വൽ ടു പി ബി. ആംഗിൾ സി 40 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് തൊടുവരകളുടെ നീളം സി എയും സി ബിയും ഈക്വൽ ആയിരിക്കണം. അപ്പൊ 40 ആണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും കൂടെ ഈക്വൽ ആയിരിക്കണം. 140 വരണം. അപ്പൊ ഇത് 70 ഡിഗ്രി, ഇതും 70 ഡിഗ്രി. അപ്പോൾ 70 70 140 40 180. സോ ഇത് 70 ഇത് 70 ഇത് 140. പിന്നെ നമ്മൾ ഒരു തിയറി കുറെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. ഇത് 70, അതായത് ഈ ടാൻജന്റും ഈ ഒരു കോഡും തമ്മിലുള്ള ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 70 ആയിരിക്കും. അതൊരു തിയറിയാണ്. ടാൻജന്റും കോണും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നത് 70 ആണെങ്കിൽ അതേ ടാൻജന്റ് ആ സർക്കിളിന്റെ മേജർ ആർക്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആംഗിളും 70 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവര് പി ഐ ഈക്വൽ ടു പി ബി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ത്രികോണം ഐസോസെലസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ബേസ് ആംഗിൾസ് ആയിട്ടുള്ള ഇത് ഈക്വൽ വരണം.
അപ്പൊ 70. ഇനി വരേണ്ടത് എത്രയാണ്? 110. 110 വരണം. അത് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 55 വീതം. ഇത് 70 ആണ്, ഇത് ഈക്വൽ ആണ്. ഇനി വരേണ്ടത് എത്രയാണ്? 110 ആണ്. 110 വരണം. അപ്പോ 55 വീതമാണ്. ഇത് 55 55 110 70 180. സോ അത്രേ ഉള്ളൂ ആ ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഇത് 40 ആയതുകൊണ്ട് ഇത് ഒരു ഐസോസെലസ് ത്രികോണം ആയതുകൊണ്ട് ഇത് 70 ഇത് 70. ഇനി ഇത് രണ്ടും 70 ആയതുകൊണ്ട് ഒരു ടാൻജന്റും കോഡും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന അതേ ആംഗിൾ ആയിരിക്കണം. അതേ കോഡ് സർക്കിളിന്റെ മേജർ ആർക്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇത് 70. സോ അതങ്ങനെ പോയി. ഇനി അടുത്തത് ഇതൊരു ഐസോസെലസ് ത്രികോണമാണ്. ഇത് 70 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 70 വന്നാൽ ബാക്കി വരേണ്ടത് 110 ആണ്. 110 വരുമ്പോൾ 55 വീതം വരികയും ചെയ്യും. അടുത്ത ചോദ്യം അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ആംഗിൾ ACB ആണ് കണ്ടെത്തേണ്ടത്. ACB എന്ന് പറയുന്ന ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിൾ കൺസെപ്റ്റ്. നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ വരച്ചു ചേർത്താൽ നമ്മുടെ റേഡിയസുകളും ടാൻജന്റുകളും പരസ്പരം ഉണ്ടാക്കിയെടുക്കുന്ന ഈ 4 വശമുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇത് 120 ആയിരിക്കണം. സർക്കിൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് 120 ആണെങ്കിൽ ഇവിടെ വരുന്നത് എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി. ഇത് 120 ആണെങ്കിൽ ഇത് 60. സർക്കിൾ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. മേജർ ആർക്കിൽ 60 ആണെങ്കിൽ മൈനർ ആർക്കിലെയും മേജർ ആർക്കിലെയും കൂട്ടുമ്പോൾ 180. സോ ഇത് എത്രയായിരിക്കണം? 120 ഡിഗ്രി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ 60 മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 60 ആണെങ്കിൽ നമ്മൾ സെന്ററിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ 120 ആയിരിക്കും. കാരണം 120 60 180. 120ന്റെ പകുതി 60. 120ന്റെ പകുതി 60. ഇനി ഇത് 60 ആണെങ്കിൽ ഇത് മേജർ ആർക്കിലുള്ളതാണ്. മൈനർ ആർക്കിലെയും മേജർ ആർക്കിലെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. അതായത് 120 60 180. സോ ആ ചോദ്യം കഴിഞ്ഞു. അടുത്തതും ഇതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്? ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയ ചുവടെ ചിത്രത്തിൽ വൃത്തത്തിന്റെ ആരം 15 സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ആരം റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. ഞാനപ്പോ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇത് 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 15 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഈ രണ്ട് റേഡിയസ് 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 120 ഡിഗ്രി ആയിരുന്നു. 120 ആണെങ്കിൽ നമുക്കറിയാം ഇത് ടോട്ടൽ 60 ഡിഗ്രി വരും. ടോട്ടൽ 60 ഡിഗ്രി വരും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കണം. കാരണം ഈ റേഡിയസും ടാൻജന്റുകളും തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാക്കുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഇത് 120 ആണെങ്കിൽ ഇത് 60. ഓപ്പോസിറ്റ് ഈ ഒരു ആംഗിൾ കൂട്ടുമ്പോൾ 180 വരണം. കാരണം ഇത് 90 ഇത് 90 ആയതുകൊണ്ട്. ഇനി അടുത്തത് ഞാൻ നടുക്കിൽ കൂടെ ഒരു വര വരച്ചു. ഇത് എത്രയായിരിക്കും? 60. ഇത് മൊത്തം 60 ആണെങ്കിൽ 30. സോ ഇത് ഏത് ത്രികോണമായി? 60 30 90 ത്രികോണം. അതിനകത്ത് 30ക്ക് ഓപ്പോസിറ്റ് 15. സോ 30:60:90 ഈക്വൽ ടു 1:√3:2. അതിനകത്ത് 1:√3:2ന്റെ അകത്ത് നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് 15 എന്നാണ് തന്നിരിക്കുന്നത്. 30ക്ക് ഓപ്പോസിറ്റ് 15. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് 1നെ 15 ആക്കണമെങ്കിൽ ഇൻറ്റു 15 1 × 15. അപ്പൊ ഇത് എത്രയാവും? 15√3. 2 × 15 എത്രയാ? 30. സോ 30ന്റെ ഓപ്പോസിറ്റ് 15, 60ന്റെ ഓപ്പോസിറ്റ് 15√3. അതുപോലെ 90ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 30. നമ്മളോടുള്ള ചോദ്യം ഏതാണ്? തൊടുവരകളുടെ നീളം കണ്ടെത്തുക. തൊടുവരയുടെ നീളം എന്ന് പറയുന്നത് 15√3 ആണ്. 15√3.